ഓപ്പറേഷൻ നുംകോറിൽ അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ കസ്റ്റംസ് വാഹനങ്ങൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കടത്തിയെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോയമ്പത്തൂർ, ചെന്നൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാകും അന്വേഷണം. ഇതുവരെ 39 വാഹനങ്ങളാണ് കണ്ടെത്തിയത്. ഡാനി ഇപ്പോൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, അന്വേഷണം അത് പല തരത്തിൽ മുന്നോട്ട് പോകുന്നു മനസ്സിലാക്കുന്നു. ഇതുവരെ 39 വാഹനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണം ഏത് തരത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കേസിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോൾ കസ്റ്റംസ് അഭിമുഖീകരിക്കുന്നത് വാഹനങ്ങൾ കണ്ടെത്തുക എന്നതാണ്. വാഹനങ്ങൾ 189ഓളം വാഹനങ്ങളാണ് കസ്റ്റംസിൻ്റെ ഒരു ലിസ്റ്റ് പ്രകാരം, അവരുടെ അന്വേഷണത്തിൽ പ്രകാരം അവരുടെ പക്കലുള്ളത്. പക്ഷേ 40-ൽ താഴെ മാത്രം വാഹനങ്ങളെ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. മറ്റു വാഹനങ്ങൾ എവിടെയാണ് എന്നത് പോലും സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല എന്നാണ്. നടൻ ദുൽഖർ സൽമാൻ്റെ അടക്കം 2 വാഹനങ്ങൾ ദുൽഖറിൻ്റേത് കൂടി ഇനിയും കണ്ടെത്താനുണ്ടെന്ന് കസ്റ്റംസ് പറയുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് വ്യക്തമായൊരു രൂപം കസ്റ്റംസിന് പോലുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കസ്റ്റംസ് DGPക്ക് ഒരു കത്ത് നൽകി, ക്രമസമാധാന ചുമതലയുടെ DGPക്ക് കത്ത് നൽകിയിരുന്നു. വാഹനങ്ങൾ കണ്ടെത്താനുള്ള അവരുടെ അന്വേഷണത്തിൽ സഹായം ആവശ്യപ്പെട്ടാണ്, പോലീസിൻ്റെ കൂടി സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതിൽ പ്രധാന ഒരു ആവശ്യമായിട്ട് പറഞ്ഞിരുന്നത് ഈ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലുള്ളൊരു പരിശോധനയ്ക്ക് സഹായിക്കുക, അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതാണ്. കാരണം ഈ വാഹനങ്ങൾ കടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു വലിയ സാധ്യത മുന്നിൽ കണ്ടായിരുന്നു ആ ഒരു നീക്കം നടത്തിയിരുന്നത്. പക്ഷേ അതിനു മുൻപേ വാഹനങ്ങൾ അതിർത്തി കടന്ന് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കസ്റ്റംസ് കരുതുന്നത്. അവരുടെ നിലവിലെ ഒരു പരിശോധനയും ആ രീതിയിലുള്ള വിവരങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത്. അതനുസരിച്ച് ചെന്നൈയിലും കർണാടകത്തിലുമെല്ലാം തന്നെ, ചെന്നൈയിലും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുമെല്ലാം തന്നെയും പരിശോധനകൾ കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് കസ്റ്റംസ് ഉദ്ദേശിക്കുന്നത്. അവിടെയുള്ള കസ്റ്റംസിന് അവരുടെ വിഭാഗങ്ങൾക്ക് വിവരം നൽകിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ വിവിധയിടങ്ങളിൽ വേണം. പ്രത്യേകിച്ച് ഈ കോയമ്പത്തൂർ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ, ബംഗളൂരു അവിടങ്ങളിലെല്ലാം തന്നെ വിപുലമായ സൗകര്യമുള്ള ഗാരേജുകളുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം രൂപമാറ്റം സംഭവിക്കാനും ഒരുപക്ഷെ വാഹനങ്ങൾ തന്നെ പൊളിക്കാനും എല്ലാം തന്നെ സാധ്യത നിലവിലുണ്ട്. വളരെ അടിയന്തിരമായി ഇവിടങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തണമെന്നാണ് കസ്റ്റംസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും കസ്റ്റംസ് ഇവിടെ ലഭ്യമായ രേഖകൾ, പിടിച്ചെടുത്ത രേഖകൾ ഇതെല്ലാം തന്നെ പരിശോധിക്കുകയാണ്. മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ഇടനിലക്കാരിലേക്ക് കൂടി അന്വേഷണം നീണ്ടിട്ടുണ്ട്. അത് സംസ്ഥാനത്തും പുറത്തുമുള്ള ചില ഇടനിലക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം നീങ്ങുന്നത്. ഇവർക്ക് ഈ സമൂഹത്തിന് വളരെ സമ്പന്നതയിലുള്ളവരായിട്ട് ഈ വാഹന കച്ചവടങ്ങളുടെ കാര്യത്തിൽ വലിയ ഇടപാടുകൾ ഉണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിലടക്കം വലിയ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യാനടക്കമുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം ഈ പിടിച്ചെടുത്ത രേഖകളുടെ അടക്കമുള്ള പരിശോധനകൾ തുടരുകയാണ്. മൂവാറ്റുപുഴ സ്വദേശി മഹിൻ അൻസാരിയും അടുത്ത ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.